അപ്പോൾ നമ്മുടെ യാത്ര കഴിഞ്ഞു, പഞ്ചാബ് യാത്ര കഴിഞ്ഞു, വിഷു കഴിഞ്ഞു. അങ്ങനെ നമ്മൾ പാടത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വിഷു കഴിഞ്ഞു. ഇന്ന് 15-ാം തീയതിയാണ്. നമ്മൾ കൃഷിയൊക്കെ ആരംഭിച്ചിരിക്കുകയാണ്. അതിൽ വിത്ത് പാകുന്നതും ഒപ്പം തന്നെ ട്രാക്ടർ ഉപയോഗിച്ച് നിലം മുഴുന്നതും ഒക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. കൊക്കുകൾ ഈ ട്രാക്ടറിൻ്റെ ഒപ്പം തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ ടയറിൻ്റെ അടിഭാഗം വരെ എത്തി അത് പ്രാണികളെയും പുഴുക്കളൊക്കെയും ഭക്ഷിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൃഷി, എന്നോട് പല ആൾക്കാരും ചോദിക്കാറുണ്ട്, കൃഷി ലാഭകരമാണോ? ഈ കാലത്ത് ഇത്രയും കൂലി ചെലവുള്ള സമയത്ത് കൃഷി ലാഭകരമായിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും ഞാൻ അവരോട് പറയുന്നത് കൃഷി ലാഭകരം തന്നെയാണ്. കൃഷിയിൽ നിന്ന് ലാഭം എന്നുദ്ദേശിക്കുന്നത് ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻകം ഉണ്ട്, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇൻകം ഉണ്ട്. ഡയറക്റ്റ് ഇൻകം എന്ന് പറയുന്നത് നമ്മൾ നെല്ല് സപ്ലൈക്ക് കൊടുക്കുകയും അല്ലെങ്കിൽ മില്ലുകൾക്ക് കൊടുക്കുകയും അതിൽ നിന്നുള്ളൊരു വരുമാനം, ഒപ്പം തന്നെ വൈക്കോല് വിൽപ്പന നടത്തുമ്പോൾ കിട്ടുന്ന ഒരു വരുമാനം. ഇത് നമ്മുടെ ചിലവ് മുട്ടിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ പലർക്കും നഷ്ടത്തിലേക്ക് പോകുന്നുണ്ട്, ചിലർക്ക് ചെറിയൊരു ലാഭം കിട്ടുന്നുണ്ട്. അത് ചില സർക്കാരിൻ്റെ കുറച്ച് തീരുമാനങ്ങൾ, എന്നാൽ കർഷകർക്ക് കുറച്ചും കൂടി താങ്ങുവിലയൊക്കെ കൂട്ടിക്കൊടുത്താൽ അവർക്കിത് ഭംഗിയായിട്ട് ഈ കൃഷി നടത്തിക്കൊണ്ടാവുന്നതാണ്. ഞാൻ അതിനെക്കാട്ടും വളരെ പ്രാധാന്യം നൽകുന്നത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കുറേ ഇൻകത്തിനാണ്. ഞാനൊരു സൈക്കോളജിസ്റ്റായിട്ട്, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ധാരാളം ആളുകൾ എൻ്റെ അടുത്തേക്ക് വന്ന് അവർക്ക് ജീവിതത്തിൽ, അവരെ ഫാമിലി ജീവിതത്തിലോ അല്ലെങ്കിൽ അവരെ പ്രൊഫഷണൽ ജീവിതത്തിലോ അവർ അഭിമുഖീകരിക്കുന്ന കുറേയേറെ പ്രശ്നങ്ങൾ, കോപം, പെട്ടെന്ന് കോപം ഉണ്ടാവുക, അനാവശ്യമായിട്ട് ഭാവിയെക്കുറിച്ച് ആലോചിച്ചുള്ള ഉത്കണ്ഠകൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പോലും ഭയം നേരിടുക, അങ്ങനെയൊക്കെ അനുഭവിക്കുന്ന കുറേ വ്യക്തികൾ. അതേപോലെ ഒന്നിൽ നിന്നും ഒരു സന്തോഷം കിട്ടാത്ത, എപ്പോഴും ഒരു ദുഃഖം മനസ്സിൽ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുക. അതേപോലെ തന്നെയാണ് ഒന്നും ചെയ്യാനൊരു താല്പര്യം തോന്നില്ല. എന്നുവെച്ചാൽ കുട്ടികളെ നോക്കാനോ ഹസ്ബൻഡിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തും ഒരു ചെയ്യാനൊക്കെ ഒരു മടി, ഒരു താല്പര്യക്കുറവ് കാണിക്കുക. അതേപോലെ ആവശ്യമായിട്ടുള്ള ശ്രദ്ധ ചെലുത്താൻ കഴിയുന്നില്ല. എപ്പോഴും ദുഃഖം അനുഭവപ്പെടുന്ന ഒരവസ്ഥ, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇമോഷണലായിട്ട് പൊട്ടിത്തെറിക്കുക, ദേഷ്യത്താൽ കോപത്താൽ പൊട്ടിത്തെറിക്കുക, അതുപോലെ ചെറിയ കാര്യത്തിന് സങ്കടം വരിക, കരച്ചിൽ വരിക, അതേപോലെ ഒറ്റപ്പെട്ടതായിട്ട് തോന്നുക, മറ്റാരും എന്നെ സഹായിക്കാനില്ല, ഞാൻ ഒറ്റപ്പെട്ടു പോകുന്നു, അങ്ങനെ ഒരു ഹെൽപ്ലെസ് ഫീൽ ചെയ്യുക. അതേപോലെ ഭാവിയെക്കുറിച്ച് ഓർക്കുമ്പോൾ നിരാശ തോന്നുക, എന്നുവെച്ചാൽ ഒരു ഹോപ്പ്ലെസ് തോന്നുക. അതേപോലെ തന്നെ എനിക്കൊരു മൂല്യമില്ല, ഒരു സെൽഫ് എസ്റ്റീം ഇല്ല, അതുപോലെ ഒന്നും ചെയ്യാൻ കോൺഫിഡൻസ് ഇല്ല, അപ്പോൾ ഒരു വെർത്ത്ലെസ് ഫീൽ ചെയ്യുക. അതേപോലെ മറ്റുള്ളവരോട് നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയാതിരിക്കുക, അത് കോംപ്ലിമെൻ്ററി ആയിട്ട് സംസാരിക്കാൻ കഴിയാതിരിക്കുക, എപ്പോഴും ക്രോസായിട്ട് സംസാരിച്ച് ആ ഒരു കമ്മ്യൂണിക്കേഷൻ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുന്ന രീതി, അതുകൊണ്ടുണ്ടാകുന്ന കുറേയേറെ പ്രശ്നങ്ങൾ. അതേപോലെ ജീവിതം ഒരു പരാജയമാണെന്നൊരു തോന്നൽ, കുട്ടികളെയും സ്വന്തം പാർട്ണറെയും ശ്രദ്ധിക്കാൻ കഴിയാതിരിക്കുക, ഇങ്ങനെ അനവധി പ്രശ്നങ്ങളായിട്ട് അഭിമുഖീകരിക്കുന്ന വ്യക്തികളോട് ഞാൻ കൂടുതൽ അവരെ ജോയിൻറ്റ് പെയിൻസ് ഉണ്ടോ, മസിൽസ് പെയിൻസ് ഉണ്ടോ, അതേപോലെ ക്ഷീണം വളരെയധികം അനുഭവപ്പെടുന്നുണ്ടോ, മുടി കൊഴിച്ചിലുണ്ടോ എന്നൊക്കെ ചോദിച്ച് നമ്മളവരെ ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് പലപ്പോഴും ഞാൻ വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്യാൻ അവരോട് നിർദ്ദേശിക്കാറുണ്ട്. അതേപോലെ തൈറോയിഡിൻ്റെ ടെസ്റ്റ്, B12 ടെസ്റ്റൊക്കെ ചെയ്യാൻ നിർദ്ദേശിക്കാറുണ്ട്. ഇത് ടെസ്റ്റ് ചെയ്തു വരുന്ന എൻ്റെ അടുത്തേക്ക് വരുന്ന ആൾക്കാർ, മിക്കവാറും ആൾക്കാർക്കും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാണുന്നുണ്ട്. വളരെയധികം കുറവാണ് അതിൻ്റെ യൂണിറ്റ് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ഈ ഒരു അനുഭവങ്ങൾ എല്ലാം നേരിടാം. സിവിയറായിട്ടുള്ള ഡിപ്രഷൻ പോലും, സൂയിസൈഡ് ടെൻഡൻസിയുള്ള വ്യക്തികൾ പോലും ഈ വൈറ്റമിൻ ഡി യുടെ അഭാവത്താൽ ഉണ്ട് എന്നുള്ള പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നല്ലൊരു കുടുംബജീവിതം അവർക്ക് ലീഡ് ചെയ്യാൻ പറ്റുന്നില്ല, നല്ലൊരു റിലേഷൻഷിപ്പ് റിലേറ്റീവായിട്ടോ അയൽക്കാരായിട്ടോ നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്നില്ല, ജോലി സ്ഥലത്ത് അവരുടെ പ്രൊഫഷണൽ ജീവിതം പരാജയപ്പെടുക, ഇങ്ങനെ ഒക്കെ വരുന്നൊരു സന്ദർഭം ഒഴിവാക്കാൻ നമുക്ക് ഈ വൈറ്റമിൻ ഡി കൊണ്ട് കിട്ടും. എങ്ങനെയാണ് വൈറ്റമിൻ ഡി നമുക്ക് ലഭിക്കുന്നത്? പ്രധാനമായിട്ടും നമുക്ക് വൈറ്റമിൻ ഡി ലഭിക്കുന്നത് സൂര്യപ്രകാശത്തിൽ നിന്നാണ്. അതേപോലെ തന്നെ പ്രത്യേകതരം ഫുഡുകളിൽ നിന്ന് നമുക്ക് വൈറ്റമിൻ ഡി ലഭിക്കുന്നുണ്ട്. അതേപോലെ ഫുഡ് സപ്ലിമെൻ്റായിട്ടോ മെഡിസിനൊക്കെ ആയിട്ടോ വൈറ്റമിൻ ഡി ലഭിക്കാം. സൂര്യപ്രകാശത്തിൽ നിന്ന് വളരെ സുലഭമായിട്ട് ലഭിക്കാവുന്ന ഒന്നാണ് വൈറ്റമിൻ ഡി. സൂര്യപ്രകാശത്തിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് വൈറ്റമിൻ ഡി ലഭിക്കുന്നത്? സൂര്യപ്രകാശത്തിൽ നിന്ന് അൾട്രാ വയലറ്റ് രശ്മികൾ A, B, C എന്ന് പറയുന്ന രശ്മികളിൽ വളരെ പ്രധാനപ്പെട്ടാണ് ബി രശ്മികൾ.
അൾട്രാ വയലറ്റ് ബി രശ്മികൾ. ഈ രശ്മികളാണ് നമ്മുടെ ശരീരത്തിൻ്റെ ത്വക്കിൻ്റെ അടിയിലുള്ള 7D ഹൈഡ്രോ കൊളസ്ട്രോളുമായിട്ടുള്ളൊരു പ്രതിപ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് വൈറ്റമിൻ D3 ഉണ്ടാക്കുന്നത്. ഈ D3 ശരീരത്തിൽ ലിവറിൻ്റെ സഹായത്തോടു കൂടിയാണ് വൈറ്റമിൻ D ആയി മാറുന്നത്. എന്താണ് വൈറ്റമിൻ ഡിയുടെ ഇത്ര പ്രധാനപ്പെട്ട ആവശ്യം എന്ന് വെച്ചാൽ, ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തിന്, എല്ലുകളുടെയും മസിൽസിൻ്റെയും ആരോഗ്യത്തിനും, അതുപോലെ തന്നെ ബ്രെയിനിൻ്റെ ഹെൽത്തിനും, കാർഡിയോ വാസ്കുലർ ഹെൽത്തിനും, അതുപോലെ പ്രിവെൻഷൻ ഓഫ് ക്യാൻസർ, ഡയബറ്റിക് മാനേജ്മെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് കാൽസ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം ഒക്കെ ആവശ്യമുണ്ട്. ഈ കാൽസ്യം എത്ര തന്നെ ശരീരത്തിലേക്ക് ഫുഡിലൂടെ എത്തിയാലും വൈറ്റമിൻ ഡിയുടെ അഭാവമുണ്ടെങ്കിൽ കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷൻ നടക്കാതെ വരികയും റെഗുലേറ്റ് ചെയ്യുന്നത് തടസ്സപ്പെടുകയും ചെയ്യും. അപ്പോൾ ആ കാൽസ്യം, ഫോസ്ഫറസ് ഒക്കെ വളരെ കുറഞ്ഞു പോയാൽ കുട്ടികളിൽ വളരെ കുറഞ്ഞ റിക്കറ്റ് എന്നൊരു അസുഖം വരും. അത് ഓസ്റ്റിയോപൊറോസിസാണ് അഡൽട്ടിന് വരുന്നത്. ഇതൊക്കെ കാൽസ്യത്തിൻ്റെയും ഫോസ്ഫറസിൻ്റെ, പല്ലുകൾ പൊട്ടുക, മുടി കൊഴിഞ്ഞു പോവുക, നഖങ്ങൾ കേടുവരിക, എല്ലുകൾ ക്ഷയിക്കുക, ജോയിൻറ്റിൽ പെയിൻ വരിക, തേയ്മാനങ്ങൾ വരിക, അതേപോലെ തന്നെ മസിൽസിൻ്റെ ഹെൽത്തുകൾ എപ്പോഴും എവിടെയെങ്കിലും വിലങ്ങി ഇരിക്കുന്നൊരവസ്ഥ, ഇതൊക്കെയാണ് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് വരുന്നത്. ഇതിനേക്കാളും വളരെ പ്രധാനപ്പെട്ടതാണ് മാനസികമായിട്ടുള്ള ഹെൽത്ത്. മാനസികമായിട്ടുള്ള ആരോഗ്യത്തിന് നമുക്ക് ആവശ്യമുള്ള കുറേയേറെ വസ്തുക്കളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഘടകമാണ് ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ, അതുപോലെ ഹോർമോൺസുകൾ. ഇതൊക്കെ മാനസിക ആരോഗ്യത്തിനെ സഹായിക്കുന്ന ഘടകങ്ങളാണ്. നമുക്കറിയാം, ന്യൂറോ ട്രാൻസ്മിറ്ററിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സിറോട്ടോണിൻ, ഡോപ്പാമൈൻ, അസിറ്റൈൽ കോളിൻ, ഗ്ലൂട്ടാമേറ്റ്, ഗാബ, നോറെപ്നെഫ്രിൻ. ഇങ്ങനെയുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ നമ്മുടെ ശരീരത്തിൻ്റെ മോട്ടോർ ആക്ടിവിറ്റീസ്, മൂവ്മെൻറ്റുകളെ, അതുപോലെ സെൻസേഷൻ സ്വീകരിക്കുന്നതിനും അതിൻ്റെ റെസ്പോൺസ് കൊടുക്കുന്നതിനും, അതേപോലെ നമ്മുടെ ഇമോഷനെ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതേപോലെ നമ്മളെ ചിന്തകൾക്ക്, അതേപോലെ തന്നെയാണ് നമ്മുടെ ഓർമ്മശക്തിക്ക്, അതേപോലെ നല്ലൊരു ഉറക്കം കിട്ടുന്നതിനും, സുഖമായൊരു ഉറക്കം, പ്രോപ്പറായിട്ടുള്ളൊരു ഉറക്കം ലഭിക്കുന്നതിനും, അതുപോലെ ബോഡിയുടെ മുഴുവനായിട്ടുള്ള ഫങ്ഷൻസിനും, നമ്മുടെ മൂഡിനെ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് നമുക്ക് ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ സഹായിക്കുന്നത്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ തന്നെ ഒരു ഹോർമോണും കൂടിയാണ്. അതേപോലെ വളരെ പ്രധാനപ്പെട്ടതാണ് ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞാൽ ലവ് ഹോർമോൺ, അതേപോലെ എൻഡോർഫിൻ എന്ന് വെച്ചാൽ സ്ട്രെസ് റിഡക്ഷൻ ചെയ്യുന്നതും ഇമ്പ്രൂവ് ചെയ്യുന്നതും. ഇതൊക്കെ ലാളകണികളിൽ നിന്ന്, ലവിൽ നിന്ന്, സ്നേഹത്തിൽ നിന്നൊക്കെ ലഭിക്കുന്ന ഹോർമോണുകളാണ്. ഇതെല്ലാം കൂടി ആണ് നമുക്കൊരു ഉത്തമനായ ഒരു മനുഷ്യനാക്കി മാറ്റുന്നത്. അപ്പോൾ ഇതിനൊക്കെ സഹായിക്കുന്നത്, ഇതെല്ലാം ശരീരത്തിലേക്ക് ലഭിക്കണമെങ്കിൽ വൈറ്റമിൻ ഡിയുടെ സഹായം അത്യന്താപേക്ഷിതമാണ്. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വൈറ്റമിൻ ഡി. അപ്പം നമുക്ക് വൈറ്റമിൻ ഡിയുടെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. വൈറ്റമിൻ ഡി സൂര്യപ്രകാശത്തിൽ നിന്ന് മാത്രമല്ല നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് ചില ഫുഡുകൾ, ഫാറ്റി ഫിഷ്, മുട്ടയുടെ മഞ്ഞ ഭാഗം, കൂണുകൾ, പലതരത്തിലുള്ള കൂണുകളിൽ നിന്ന്, ലിവർ, ഫോർട്ടിഫൈഡ് ഫുഡ്സ്, അതേപോലെ ഫോർട്ടിഫൈഡ് മിൽക്ക്, നട്ട്സ്, പഴവർഗ്ഗങ്ങൾ, ഇങ്ങനെ മുതലായവയിൽ നിന്നൊക്കെ നമുക്ക് വൈറ്റമിൻ ഡി ഫുഡിൽ നിന്ന് ലഭിക്കും. അതുപോലെ തന്നെ സപ്ലിമെൻറ്റുകൾ, മെഡിസിൻ ഒക്കെ ഉപയോഗിച്ചാലും വൈറ്റമിൻ ഡി കിട്ടും. ഏറ്റവും സുലഭമായിട്ട് നമുക്ക് സൗജന്യമായിട്ട് ലഭിക്കുന്നത് സൂര്യപ്രകാശത്തിൽ നിന്നാണ്. അപ്പോൾ കൃഷി കൊണ്ട് നെൽകൃഷി ലാഭകരമാണെന്ന് ചോദിച്ചാൽ ലാഭകരമാണെന്ന് നമുക്ക് പറയാൻ കഴിയണം. നെൽകൃഷി മാത്രമല്ല, എല്ലാതരം കൃഷികളും അല്ലെങ്കിൽ കളികളിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറേ എക്സസൈസ് ഉണ്ട്, അതിൽ എൻ്റർടൈൻമെൻ്റ് ഉണ്ട്, പ്ലഷറുണ്ട്. ഒപ്പം തന്നെ സൂര്യപ്രകാശം ഏറ്റിട്ടുള്ള ഗ്രൗണ്ടിലുള്ള പ്ലേകളാണെങ്കിൽ അതിൽ നിന്നൊക്കെ ലഭിക്കും. എന്തായാലും വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി വളരെ കൂടുതലായിട്ട് ഇന്ത്യയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രക്രിയയിലേക്കൊക്കെ ഇറങ്ങിത്തിരിക്കുക. അത് നമ്മുടെ കാർഷിക സമ്പത്തിനൊരു മുതൽക്കൂട്ടാവും. ഒപ്പം തന്നെ നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യത്തിനും ഗുണം ചെയ്യും. ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും പറയാൻ കഴിയണം, കൃഷി ലാഭകരമാണെന്ന് പറയാൻ കഴിയണം. ഓക്കെ, താങ്ക് യു.